Hello guys, good morning. So today is Jan 17th and we are starting our day with a small surprise trip. എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ശ്രീയാണ് ഇതൊക്കെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തത്. കാരണം ശ്രീക്ക് എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഹി വാണ്ട്സ് ടു സീ മൈ റിയാക്ഷൻ. ഞാൻ റിസോർട്ട് കാണുമ്പോൾ എന്താണ് എൻ്റെ റിയാക്ഷൻ എന്ന് ശ്രീക്ക് കാണണം കേട്ടോ. അതിനായിട്ടാണ് എന്നോടൊന്നും പറയാഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കണ്ണിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കണ്ണ് സുഖമില്ല എനിക്ക്. നമ്മുടെ മലയാളത്തിൽ പറയില്ലേ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന മാതിരി ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ത്രോട്ട് പെയിനും ജലദോഷവും ഒക്കെ ആയിട്ട് ആകെ ഇറിറ്റേഷനിലായിട്ട് ഇരിക്കുകയാണ്. മനുവിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഹായ് ശ്രീ. ഹായ്. നമ്മളെവിടെ പോവാണ്? നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ്. എവിടെയാണ്? അത് സർപ്രൈസ്. ആർക്കാണ് സർപ്രൈസ്? പൂജൂസിന്. പൂജൂസിനാണോ അതോ ഓഡിയൻസിനാണോ? ഇവിടെ സബ്സ്ക്രൈബേഴ്സിനാണോ? എല്ലാവർക്കും ഒരു സർപ്രൈസ്. എനിക്ക് പറഞ്ഞൂടെ എവിടെയാ പോകുന്നത്. കൊള്ളാം. കുട്ടിയുടെ PTA മീറ്റിംഗ് ആണ്. PTA മീറ്റിംഗ്, കുഞ്ഞു ഉമ്പടിയുടെ PTA മീറ്റിംഗ് അല്ലേ? എന്തൊക്കെയാണോ അവര് പറയാൻ പോകുന്നത് അല്ലേ? ടെൻഷനുണ്ടോ? ചുമ്മാ കുട്ടിയെ പറ്റി എന്തൊക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് കാര്യം എന്താന്ന് പറയാം. അപ്പം ഓൾറെഡി ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഷിട്ടും കളിക്കുമായിരുന്നു. കാരണം അവനിങ്ങനെ ഇരിക്കുകയല്ലേ. ഷിട്ടു എന്ന് പറയുന്നത് നമ്മുടെ പെറ്റാണ്. നമുക്കൊരു ഷിറ്റ്സു ഡോഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ടോയ് ഇങ്ങനെ പൊക്കി കൊടുക്കും, അവൻ ജമ്പ് ചെയ്യും, അങ്ങനെയാണ്. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കളിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു, എനിക്ക് മതിയായി. അപ്പം അവനതറിയില്ലല്ലോ. അപ്പം ഞാൻ റൈറ്റിലേക്ക് ഫേസ് വെച്ചോണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് തിരിച്ചപ്പോൾ ഇവൻ വിചാരിച്ചു കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്നെ ജമ്പ് ചെയ്തു. അവൻ്റെ കയറി എൻ്റെ ഐസിൽ സ്ക്രാച്ചായി. അയ്യോ, അന്നത്തെ വൈകിട്ട് എൻ്റെ കണ്ണിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം കുടുകുടാന്ന് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ കണ്ണടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയി. അതിന് പിറ്റേ ദിവസം, അതായത് റിസോർട്ടിൻ്റെ പോകുന്നത് നമ്മൾ ഇന്ന് തലേന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി. ഐ ടെസ്റ്റ് ചെയ്തു. എൻ്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ റാബീസിൻ്റെ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞു, ഇനിയും ഉണ്ട് ബാക്കി 4 5 ഡോസാണ് നമുക്ക് ടോട്ടലുള്ള കേട്ടോ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നൊരു ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഇറിറ്റേഷനും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണിലിങ്ങനെ തൊടുന്നത് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, ഇപ്പോൾ തന്മയുടെ ഞാൻ പറഞ്ഞ മാതിരി തന്മയുടെ സ്കൂളിലേക്ക് വന്നേക്കാണ്. നമുക്ക് എന്താണെന്ന് കാണാം കേട്ടോ. അവളിപ്പം അമ്മ ഉള്ളത് കൊണ്ട് അമ്മ എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കും കേട്ടോ. അവരുടെ ആൻറ്റിമാരുടെ കൂടെ ഒന്നും പോകുന്നില്ല. അല്ലെങ്കിൽ സാധാരണ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവൾ പറന്നാണ് പോകുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് ശരിക്കും സ്കൂളിൽ വരാനായിട്ട്. ഇപ്രാവശ്യം പോകുന്നുണ്ടായിരുന്നില്ല. ഹോട്ടലിന്റെ പേര് കണ്ടു ഗൈസ്. ഇവിടെ ഇട്ടപ്പോ ലൊക്കേഷൻ ഇട്ടപ്പോ ഞാൻ കണ്ടു. എവിടെ ഒന്നും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പിന്നെ എങ്ങനെയുണ്ട് ടീച്ചേഴ്സിന്റെ അഭിപ്രായമൊക്കെ? സൂപ്പർ. തനിയെ പറ്റിയ നല്ല അഭിപ്രായം മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. തനി അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണെന്നാണ്. പക്ഷെ വീട്ടിലുള്ള നോർത്ത് സ്റ്റാർ നമുക്കല്ലേ അറിയാം. കറക്റ്റ് ആണ്. വീട്ടിൽ എന്താണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ബിഹേവ് ചെയ്യണത്? എന്തുപടി നീ വീട്ടിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണേ? ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണല്ലോ. ഖാന കഴിക്കുന്നതാണെങ്കിലും ഉറങ്ങുന്നതാണെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനാണെങ്കിലും അവർക്ക് യാതൊരു ശല്യവും ഇല്ല. എല്ലാ സമയം കയ്യിലെടുക്കേണ്ടി. പക്ഷെ അതിപ്പോ തുടങ്ങിയതാ കേട്ടോ. ഞാൻ CCTV കണ്ടായിരുന്നു. ഇപ്പൊ തുടങ്ങിയതാണ്. ഇന്ത്യയായിട്ട് കൊള്ളാം. നല്ല മീറ്റിംഗ് ആയിരുന്നു. ഇനി അവള് നമ്മുടെ തനിക്കുട്ടി പ്രീ സ്കൂളിൽ പോയി തുടങ്ങുവാണ് അല്ലേ? പ്രീ സ്കൂളിൽ പോയി തുടങ്ങി സ്കൂളിൽ പോകാൻ പോവാണ്. സ്കൂളില് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും കുറച്ച് സ്നാക്സ് അധികം എടുത്ത് വെക്കും.
അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈനാപ്പിൾ ഇപ്പോൾ കഴിക്കുകയാണ്. തലക്കുട്ടിക്ക് പൈനാപ്പിൾ ഇഷ്ടമാണ്. പിന്നെ നമുക്കും വിശക്കുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും കയറി കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആകും. കാരണം ഓൾറെഡി ചെക്ക് ഇൻ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ വേഗം തന്നെ റിസോർട്ടിലേക്ക് പോവുകയാണ്. റിസോർട്ടിലേക്ക് പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ, കാണാനായിട്ട് നല്ല കാഴ്ചകളുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ലോണാവലയിലേക്കാണോ പോണേന്ന് ഞാൻ വിചാരിച്ചു. ഈ റിസോർട്ടിലേക്ക് പോകുന്ന വഴി നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. നമ്മുടെ ഒരു കേരള മാതിരിയും തമിഴ്നാട് മാതിരിയും ഒക്കെ ഇരിക്കും കാണാനായിട്ട്. എനിക്ക് പണ്ടത്തെ ഒരു സിനിമയൊക്കെ ഓർമ്മ വന്നു. ജയൻ രവിയും തൃശ്യയായിട്ടൊക്കെ ഉള്ള ഒരു മൂവിയിൽ പടത്തിൽ ഇങ്ങനത്തെ ഒരു സീനറി ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സിനിമയൊക്കെ ഓർമ്മ വന്നു ഈ പോകുന്ന വഴിയൊക്കെ കണ്ടിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ എന്ത് പറ്റി പെട്ടെന്നൊരു സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാനുവരി എന്ന് പറയുന്നത് ഒരു വെരി സ്പെഷ്യൽ മന്താണ് നമുക്ക് രണ്ടുപേർക്കും, ശ്രീക്കും എനിക്കും. കാരണം ശ്രീൻ്റെ ബർത്ത്ഡേ 25th, എൻ്റെ ബർത്ത്ഡേ January 18 അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മന്താണ്. ഈ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജാണ് എനിക്ക് ജാനുവരി സ്പെഷ്യലായിട്ട് വന്നത്. കാര്യം എൻ്റെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്ക് സ്കൂളിൽ പോകുമ്പം ചോക്ലേറ്റ്സ് മേടിച്ച് ഫ്രണ്ട്സിന് കൊടുക്കും. എപ്പോഴും ഈ സ്റ്റേക്കേഷൻ ഇല്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ആഫ്റ്റർ മാരേജ്. നല്ലൊരു ഡൈനിങ് ഇങ്ങനെ പോവുക, അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞ ബിഫോർ മാരേജൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കുറേ ചോക്ലേറ്റ്സ് മേടിച്ച് ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. ട്രീറ്റ് കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ നമ്മളൊരു സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ ഫുഡ് അടിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന റിസോർട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസോർട്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡായി. കാരണം നല്ല ഒരു റിവറൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഉള്ളിലോട്ട് കയറുമ്പോഴും. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ തോയം ബൈ ഓർക്കിഡ് എന്നാണ്. ശരിക്കും ഞാൻ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടും, അതായത് ഭയങ്കര കാമായിരുന്നു കേട്ടോ സ്ഥലം. ആൻഡ് എന്താ പറയുക, ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിരുന്നു. ദ ബെസ്റ്റ് തിങ് ഈസ് അവേ ഫ്രം സിറ്റി നോയ്സ്. ഒരു സൗണ്ട് പോലും കേൾക്കാനുണ്ടായിരുന്നില്ല. അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം മാതിരി എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കിനൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയി. അപ്പോൾ ഞാൻ ചെക്കിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. തൻവി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കറിയില്ല, തൻവി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു വാട്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സ്പ്ലാഷ് ഇങ്ങനെ എന്താ പറയുക, അവിടെയൊക്കെ ഇങ്ങനെ നനയ്ക്കാനായിട്ട്. അത് കണ്ടപ്പോൾ അവൾ ഹാപ്പിയായി. പിന്നെ അവൾ അതിലേക്ക് ഓടുന്നു, കളിക്കുന്നു. കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഷീ ഈസ് വെരി ഫൈൻ, ഷീ ഈസ് വെരി ഹാപ്പി ഓൾസോ. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ചിലേക്ക് പോവാണ്. ബിക്കോസ് വി വെയർ സൂപ്പർ ഹംഗ്രി. കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ലഞ്ചിനെ കഴിക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത റെസ്റ്റോറൻ്റ് ഉണ്ട്, കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് വി ഓർഡേർഡ് ബിരിയാണി. പിന്നെ ശ്രീ ഹാഡ് എ സ്റ്റേക്ക് വിത്ത് എന്തോന്നോ മഷ്റൂം സോസ് ആൻഡ് ബോയിൽഡ് വെജിറ്റബിൾസാണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയൊരു ഐറ്റം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. ബാക്കി ഫുൾ സെറ്റായിരുന്നു, ഫുഡൊക്കെ നല്ലതായിരുന്നു. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ.
റൂമിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. വെരി ബ്യൂട്ടിഫുൾ, ക്ലീൻ ആൻഡ് സ്പേഷ്യസ് റൂം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീനായി കിടക്കുന്ന റൂമും, അതും ഇത്രയും ലക്ഷറി ഫീലുള്ള ഒരു റൂമും, പ്രത്യേകിച്ച് ആ ഒരു ഫ്രഷ് എയറും ഒക്കെ വരുന്നത്. ദ ബെസ്റ്റ് തിങ് ഈസ് ദ ബാൽക്കണി തുറക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ബാൽക്കണിയുടെ വ്യൂ വന്നിട്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുന്ന വീടൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ ശ്രമിക്കാറുണ്ടെങ്കിലും അങ്ങനെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കൈവിട്ടൊക്കെ പോകാനുണ്ട്. സോറി ഗൈസ്, ഇടയ്ക്കൊരു സ്നേഹപ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പോൾ അങ്ങനെ ഇതേ ബാൽക്കണി വ്യൂ കാടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാൻ പറ്റിയാലുണ്ടല്ലോ പൊളിയാണ്. പക്ഷേ വിത്ത് തൻവി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാര്യം കുറച്ച് ഡിസ്റ്റർബൻസ് തന്നെയാണ്. അതുകൊണ്ട് ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. ജസ്റ്റ് വ്യൂ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതും വ്യൂ കാണാൻ ഒരുപാട് നേരം നമുക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. തൻവി അതിന് സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവർ പൂളിലേക്ക് ഇറങ്ങാനായിട്ട് പോവാം കേട്ടോ. ഇവിടെ ഒരു ഔട്ട്ഡോർ പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഈ റിസോർട്ട് വന്നിട്ട് കുറച്ച് പ്രത്യേകതയുള്ള റിസോർട്ടാണ്. ഈ റിസോർട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കോട്ടേജസ് പോലെയാണ്. അതിനൊക്കെ അവർ നെയിം ചെയ്തിട്ടുണ്ട്. ജാൽ റൂംസ് പ്രീമിയം ആണ്, ഗ്രൗണ്ട് ഫ്ലോർ റൂം വിത്ത് ഗാർഡൻ ആൻഡ് കനാൽ വ്യൂസ്. വായു റൂംസ് ഉണ്ട്, ഡീലക്സ് ആണ്, പ്രൈവറ്റ് ഗാർഡൻ കോട്ടേജസ്. ഇതിൽ വായു റൂംസ് ആണെന്ന് തോന്നുന്നു നമ്മൾ എടുത്തിരിക്കുന്നത്. പൃഥ്വി റൂംസ് ലക്ഷറി റൂമാണ്, നേച്ചർ വ്യൂ കോട്ടേജസ് വിത്ത് ബാൽക്കണി. സൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ഫ്ലോർ സൂട്ട്സ് വിത്ത് പനോറമിക് വ്യൂ ഓഫ് ലേക്ക്, പിന്നെ ജംഗിൾ, പിന്നെ അവരുടെ പ്രോപ്പർട്ടി അതൊക്കെയാണെന്ന് തോന്നുന്നു. കോട്ടേജസിനും ഡിഫറെൻറ്റ് പ്രൈസിങ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കൂടെ 17K ആണ് ആയത് വിത്ത് ടാക്സ്. 14K റൂംസും അവിടെ അവൈലബിൾ ആണ്. നമ്മളൊരു കനൽ വ്യൂ ഒക്കെ കണ്ടിട്ട് ഒരു കോട്ടേജ് കണ്ടില്ലേ, അതിന് 14K എങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ വിത്ത് ബാത്ത് ടബൊക്കെ ചൂസ് ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി ഇത്രയും റേറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൻവിക്കുട്ടി ഇതേ കരഞ്ഞ് കുടിക്കുന്നുണ്ട്. തൻവിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. എന്നെ പോലെ തന്നെയായിരുന്നു. ഡൽഹിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് പൂളിലിറക്കാൻ വേണ്ടി പല രീതിയിൽ നോക്കിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ അതൊക്കെ അങ്ങ് അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലോട്ട് ചെയ്ത് കിടക്കാനായിട്ടുള്ള ഫ്ലോട്ടിങ് ബലൂണോ അങ്ങനെയൊക്കെ. പക്ഷേ പിന്നെ അതൊന്നും യൂസായി വന്നിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം നമ്മൾ എടുത്തതുമില്ല. കാര്യം നമ്മൾ വിചാരിച്ചു ഓക്കെ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേന് പൂളിലിറക്കുമ്പോൾ അവൾ മിക്കവാറും സമ്മതിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്തവണ ട്വിസ്റ്റ് നടന്നു. അതായത് തൻവിക്ക് ഇപ്പോൾ വെള്ളം പേടിയേ ഇല്ല. ഏത് വെള്ളമാണെങ്കിലും കായലാണെങ്കിലും എടുത്ത് ചാടും, അത് ഉറപ്പാണ്. നമുക്ക് ഇനി വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന്. അങ്ങനെ പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തൊക്കെ കഴിഞ്ഞ ശേഷം ടീ ടൈമിന് വന്നേക്കാണ്. ടീയും കുക്കീസും കഴിക്കാനായിട്ട് ഞാനും തൻവി ഇവിടെ ഇരിപ്പുണ്ട്. ശ്രീ കയാക്കിങ്ങിന് പോകാനായിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വക പരിപാടിക്കൊന്നും ഇറങ്ങാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് വെള്ളം പേടിയാണ്. ഈവൻ അവർ ജാക്കറ്റൊക്കെ തന്ന് എന്നെ വിട്ടാലും ഞാൻ ഉറപ്പായിട്ടും വെള്ളത്തിൽ പോകും. കാര്യം പേടിച്ചെങ്കിലും ഞാൻ വെള്ളത്തിൽ പോയിരിക്കും. അതങ്ങനത്തെ ഒരു സംഗതിയാണ്. അത് വെള്ളത്തിൽ പോയാൽ ഞാൻ പൊങ്ങി വരത്തുമില്ല, ഞാൻ നേരെ അങ്ങ് താഴ്ന്നു പൊക്കോളും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാഹസത്തിനൊന്നും നിൽക്കാറില്ല. പക്ഷേ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ, പൂനെയിലുള്ള ആരെങ്കിലും ഈ റിസോർട്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് റിസോർട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം. ബിക്കോസ് അതൊക്കെ വൺ ടൈം എക്സ്പീരിയൻസ് ആണ്, നല്ലതാണ്. ഞാൻ ഇതൊരു തവണ ചെയ്തിട്ടുണ്ട് ദുബായിൽ പോയപ്പം. അന്നേരം ഞാൻ പേടിച്ച് വരണ്ടിരിക്കുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലുണ്ട്. അതുപോലെ ഈ റിസോർട്ട് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആയുർവേദിക് തെറാപ്പീസ് ഗൈസ്. ആയുർവേദിക് തെറാപ്പീസ് ആൻഡ് ഡീടോക്സ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് പഞ്ചകർമ്മ, പിന്നെ സ്ട്രെസ് റിലീഫ് ആൻഡ് റെജുവിനേഷൻ പാക്കേജസ്, യോഗ ആൻഡ് മെഡിറ്റേഷൻ സെഷൻസ് ഉണ്ട്. അതുപോലത്തെ ഇവർക്ക് ആയുർവേദിക് കാര്യങ്ങൾ, ബോഡി മസാജ്, ഫുഡ് മസാജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
വിത്ത് അഫോർഡബിൾ റേറ്റ് ആണ്. ഞാൻ ഓൾറെഡി ആ ചാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. വിത്ത് അഫോർഡബിൾ റേറ്റ് ആണ്. അതുപോലെ ഈ ആയുർവേദിക്കിലെ ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്ന നമ്മുടെ കേരളയിലുള്ളവരാണ്. ബിക്കോസ് ഞാൻ കേട്ടായിരുന്നു 2 പേരിങ്ങനെ മലയാളം സംസാരിച്ച് പോകുന്നത്. സാധാരണ അങ്ങനെ മലയാളികളെ കണ്ടാൽ ഞാൻ വിടാറില്ല. പക്ഷേ ഞാൻ കുറച്ച് തിരക്കിലായി പോയോണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. അവർ മലയാളം തന്നെയാണോ പറയുന്നത്, മറാഠിയാണോ? ബിക്കോസ് നമ്മൾ ചില മറാഠികളൊക്കെ ഇങ്ങനെ ആളുകളെ കണ്ട് ഇങ്ങനെ നോക്കുമ്പം മലയാളിയാണോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും അവർ സംസാരിക്കുന്ന മറാഠിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവരൊന്ന് ഒബ്സർവ് ചെയ്തായിരുന്നു. പക്ഷെ അത് മലയാളി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൺസെറ്റൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരുപാട് നേരം നമ്മൾ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാഡ്മിൻ്റൺ കളിച്ചിട്ടുണ്ടായിരുന്നു, ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു 7-8 ഒക്കെ ആയപ്പോൾ നമ്മളത് തിരിച്ച് ിലേക്ക് വന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനത് തൻവിക്കുട്ടിയായിട്ട് കളിയായി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഡിന്നറിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം റൂമിലിരുന്നിട്ട് നമ്മൾ ഡിന്നറിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നല്ലൊരു എന്താ പറയുക, ഒരു ആംബിയൻസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ്റെ സൗണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം സൂപ്പായിരുന്നു മേടിച്ചത്. മഞ്ചൗ സൂപ്പ് അങ്ങണ്ടായിരുന്നു, നല്ലതായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് മേടിച്ച 2 ഐറ്റവും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ലൈക്ക് ചിക്കൻ വിങ്സ് എന്തോ ഒരു ഗ്രേവി മാതിരി. ഞാൻ വിട്ടുപോയി ഫോട്ടോ എടുക്കാനായിട്ട്. അത് ചൈനീസ് നമുക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷെഫിന് ചൈനീസ് വലിയ ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു റൂമിൽ. എന്നിട്ട് തൻവിനെ ഞാൻ ഉറക്കി. എന്നിട്ട് ബാത്ത് ടബിലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് എൻ്റെ കണ്ണിലുള്ള പരിപാടി, ഞാൻ പറഞ്ഞില്ലേ കണ്ണിലെ ഓയിൽമെൻറ്റൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയൊന്നുമില്ല, ഇനി കിടന്നുറങ്ങുക. ഇനി നമുക്ക് രാവിലെ കാണാം. ഓക്കെ. Good morning guys. So it's my birthday. Happy birthday to me. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം ബർത്ത്ഡേയുടെ അന്ന് രാവിലെ എണീറ്റ് കാണുന്ന കാഴ്ച നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നൈസ്. അങ്ങനെ നമ്മൾ രാവിലത്തെ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് റെഡി എന്ന് മീൻസ് നമ്മൾ നൈറ്റ് ഡ്രസ്സിൽ തന്നെയാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് അസലായിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കേക്ക് നമ്മൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും കേക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കേക്ക് വരും. ഞാനൊരു കപ്പ് കേക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേന് എനിക്കൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കപ്പ് കേക്ക് ചോദിച്ചപ്പോഴത്തേന് അവരത് അപ്ഗ്രേഡ് ചെയ്ത് വലിയൊരു കേക്ക് കൊണ്ടു തന്നു. ബട്ട് എനിവേ അവർ കേക്ക് തന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. താങ്ക് യു സോ മച്ച് ഓർക്കിഡ് റിസോർട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ. നമുക്ക് 10 മണിക്കായിരുന്നു ചെക്ക് ഔട്ട്. ബിക്കോസ് നമ്മൾ ഇവരെ ഡയറക്റ്റ് വിളിച്ചിട്ടല്ല നമ്മൾ ബുക്ക് ചെയ്തത്. റിസോർട്ട് നമ്മൾ അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത്. സോ നമുക്ക് 10 മണിക്ക് ചെക്ക് ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നു. കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ്ട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യല്ല, തൻവിക്കുട്ടി ആ വെള്ളത്തിൽ റിവറിലേക്ക് എടുത്ത് ചാടാനുള്ള പരിപാടിയാണ്. ബിക്കോസ് അവൾക്ക് ഞാൻ പറഞ്ഞില്ല, അവൾക്ക് പേടിയില്ല ഇപ്പോൾ. അതുകൊണ്ട് അവളിപ്പം ഏത് വെള്ളം കണ്ടാലും എടുത്ത് ചാടും. അങ്ങനെ കുറച്ച് റീൽസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് തിരിച്ച് പോവുകയാണ്. അപ്പം എൻ്റെ എന്താ പറയുക നമ്മുടെ ബർത്ത്ഡേ സ്റ്റേക്കേഷൻ വാസ് ഓസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴും നമ്മൾ എന്താ പറയുക കുറേ നാളായില്ലേ സ്റ്റേക്കേഷന് പോയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ പോയിട്ടൊക്കെ വന്നപ്പോൾ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡായി, ഓക്കെ ആയി, സെറ്റായി. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം.
അപ്പോൾ നമ്മളത് ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒരു അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.